Question 23. Which of the following tributaries of the celebrated river Sindhu were located in Afghanistan? സിന്ധു നദിയുടെ ഏതൊക്കെ ട്രിബ്യൂട്ടറീസ് അഥവാ പോഷക നദികളാണ് അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഒരു റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് അഥവാ പോഷക നദികളെ കുറിച്ച് പറയുമ്പോൾ റിവർ ഒഴുകുന്ന കോഴ്സ് അഥവാ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നത് ആ ഡയറക്ഷനിലേക്ക് നിന്നുകൊണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ട്രിബ്യൂട്ടറീസ് ഉണ്ടാവും എന്നാണ് പറയുക. അഥവാ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും. ഇപ്പോൾ ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, റൈറ്റിലുള്ള റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. സിന്ധു നദി ഒഴുകുന്നത് വെച്ച് നോക്കിയാൽ നമ്മൾ ഇന്ത്യൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് പോകുന്നതിൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ടാണ് വരിക. അതിൽ നമ്മൾ സിന്ധുവിൻ്റെ പോഷക നദികളെന്ന് സ്ഥിരം കേട്ട് പഠിക്കുന്ന 5 നദികൾ അഥവാ പഞ്ചാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 നദികൾ, ആ 5ഉം ഇന്ത്യൻ്റെ സൈഡിൽ നിന്നും പിന്നെ പാകിസ്ഥാൻ്റെ ഈസ്റ്റേൺ ഭാഗത്ത് നിന്ന് സിന്ധു നദിയിലേക്ക് ചേരുന്നതുമാണ്. ആ 5 നദികളെ കുറിച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വന്ന് സിന്ധു നദിയിലേക്ക് ചേരുന്ന ഒരു ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അവിടെ അങ്ങനെ ഒരുപാട് ട്രിബ്യൂട്ടറീസ് സിന്ധു നദിക്ക് ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസിൻ്റെ പേര് നമ്മൾ പഠിക്കുന്നത് വിദാസ്ത, പരുഷ്ണി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിൽ വിദാസ്ത എന്ന് പറഞ്ഞാൽ ജലം നദിയുടെ പൗരാണിക നാമമാണ് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ദ ആൻഷ്യൻ്റ് നെയിം ഓഫ് ജലം റിവർ ഈസ് കോൾഡ് വിദാസ്ത. സോ സിന്ധു നദിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് വിദാസ്ത. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ അതിൽ ഉണ്ടാവാൻ പാടില്ല. അതാദ്യം ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. എന്നാലും അറിഞ്ഞാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ടഫ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. പൊതുവെ അധികാരം അങ്ങനെ നോക്കണം എന്ന് നിർബന്ധമില്ലാത്തൊരു ചോദ്യം തന്നെയാണ്. ഏതായാലും UGCൻ്റെ ഉത്തരപ്രകാരം ഈ വിദാസ്ത ഒഴികെ ബാക്കിയെല്ലാം അഫ്ഗാനിസ്ഥാനിൽ ലൊക്കേറ്റഡ് ആയിരിക്കുന്ന സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തിൻ്റെ കടുപ്പം കൂട്ടാൻ വേണ്ടി UGC ഏതറ്റം വരെ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ ചോദ്യം എടുക്കാൻ പറ്റും. കാരണം നമ്മൾ ട്രിബ്യൂട്ടറീസ് ഇന്ത്യ എന്നൊക്കെ ഉള്ളത് പഠിക്കുക അല്ലാണ്ട് അപ്പുറത്തെ സൈഡിലുള്ള ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ ഈ സിന്ധു നദിക്ക് മറ്റു ട്രിബ്യൂട്ടറീസ് ഉണ്ടോ അതുപോലും നമ്മളങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പോൾ അവിടെ നിന്ന് വരെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 24ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഹാരപ്പൻ ടൗൺ വാസ് ഡിസ്ട്രോയിഡ് ഡ്യൂ ടു റെക്കറൻറ്റ് ഫ്ലഡ്? ആവർത്തിച്ചുള്ള ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം കാരണം നശിച്ചു പോയ ഹാരപ്പൻ ടൗൺ ഏതാണ്? ഹാരപ്പൻ കൾച്ചറിലുള്ള ടൗൺ ഏതാണ് എന്നാണ് ചോദ്യം. മോഹൻജാദാരോയാണ്. മോഹൻജാദാരോ വെള്ളപ്പൊക്കം, സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം കാരണം നശിച്ചു പോയ ടൗണാണ് ഹാരപ്പൻ കൾച്ചറിൽ, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കൾച്ചറിൽ അങ്ങനെ നശിച്ചു പോയത് മോഹൻജാദാരോ ആണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 2 ചോദ്യം സിന്ധു നദീതട സംസ്കാരം അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗത്തുനിന്ന് വന്ന ചോദ്യങ്ങളാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് വദൻ ജാഗിർ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ റെയിൻ ഓഫ് എംപറർ? ഏത് എംപററിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് വദൻ ജാഗിർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എക്സിസ്റ്റൻസിൽ വന്നത് എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം അക്ബർ എന്നുള്ളതാണ്. അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് വദൻ ജാഗിർ എന്നൊരു കൺസെപ്റ്റ് നിലവിൽ വന്നത് എന്നാണ് പറയുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിലും മാച്ച് അല്ലാത്ത പെയർ ഏതാണ് എന്നാണ് ചോദ്യം. കുറേ പുസ്തകങ്ങളും എഴുതിയ ആൾക്കാരുടെ പേരുമാണ്. സുരേന്ദ്രനാഥ് ബാനർജി, എ നാഷൻ ഇൻ മേക്കിംഗ്, വാലന്റൈൻ ചിറാൾ, ദ ലെഗസി ഓഫ് ദ ലോകമാന്യ, സുഭാഷ് ചന്ദ്രബോസ്, ദ ഇന്ത്യൻ സ്ട്രഗിൾ 1915 to 1942, ഷാനവാസ് ഖാൻ, മൈ മെമ്മറീസ് ഓഫ് INA ആൻഡ് ഇറ്റ്സ് നേതാജി. കുറേ ബുക്കുകളും അത് എഴുതിയ ഓതേഴ്സിന്റെ പേരുമാണ്. ഇതിൽ ഏതാണ് മിസ്മാച്ച്ഡ് എന്നാണ് ചോദ്യം. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ചോദ്യമാണ്. ഉത്തരം ബി ഓപ്ഷൻ, വാലന്റൈൻ ചിറാൾ, ദ ലെഗസി ഓഫ് ദ ലോകമാന്യ എന്ന് പറയുന്ന പേര് കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ദ ലെഗസി ഓഫ് ദ ലോകമാന്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് തിയോഡോർ എൽ ഷേ എന്ന് പറയുന്ന മറ്റൊരു റൈറ്ററാണ്. സോ അതാണ് മിസ്മാച്ച്ഡ് ആയിട്ടുള്ള പേര്. 27th ക്വസ്റ്റ്യൻ. വിച്ച് പ്ലേ റിട്ടൺ ബൈ ദീനബന്ധു മിത്ര എക്സ്പോസസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പ്ലാന്റേഷൻ വർക്കേഴ്സ് ഇൻ ബംഗാൾ? ചോദ്യം, ദീനബന്ധു മിത്ര എഴുതിയ ഏത് നാടകമാണ് ബംഗാളിലെ പ്ലാന്റേഷൻ വർക്കേഴ്സിൻ്റെ ഇടയിൽ ബ്രിട്ടീഷുകാരും മറ്റു ആൾക്കാരും നടത്തുന്ന എക്സ്പ്ലോയിറ്റേഷൻ പുറം ലോകത്തെ കാട്ടിക്കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. വെസ്റ്റ് ബംഗാളിലെ നീലം കർഷകർ നീലം പ്ലാന്റേഷൻ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ കർഷകർ എത്രത്തോളമാണ് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ബംഗാള് നീലം കർഷകർ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു കോമൺ സെൻസിൽ വേണമെങ്കിൽ നമുക്ക് നീൽ ദർപ്പൺ എഴുതാം. ഉത്തരം കറക്റ്റായിട്ട് പഠിച്ചെഴുതുന്നത് തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് നല്ലത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ദീനബന്ധു മിത്രൻ്റെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ദീനബന്ധു മിത്ര വർക്കേഴ്സായിട്ടുള്ള ബംഗാളികളുടെ അഥവാ നീലം പ്ലാന്റേഷനിലെ ബംഗാളി വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ബംഗാളിലെ ജനതേൻ്റെ
കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള നാടകം എഴുതിയിട്ടുള്ളത്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് നീൽ ദർപ്പൺ, കമലെ കാമിനി, ലീലാവതി, സദാബർ ഏകാദശി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. ആ ബാക്കിയുള്ളതും കുറേ വർക്കുകൾ തന്നെയാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ സെപ്പറേറ്റ് പഠിക്കുന്നത് കുറച്ചുകൂടി ഐഡിയാസ് കൂടുതൽ കിട്ടാനും കൂടുതൽ കണ്ടന്റ് കിട്ടാനും ഉപകാരപ്പെടും. നെറ്റിന് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസും കൂടി പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. 28ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ലാംഗ്വേജ് ഡിഡ് ബനാറസി ദാസ് റൈറ്റ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഓട്ടോബയോഗ്രഫി ദ അർത്ത് കഥനക് ഇൻ 1641? 1641 അർദ്ധ കഥനക് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥ എഴുതിയത് ഏത് ലാംഗ്വേജിലാണെന്നാണ് പറയുന്നത്. ബനാറസിദാസിൻ്റെ ആത്മകഥയാണ് ഈ അർദ്ധകഥനക് എന്ന് പറയുന്നത്. അത് ഏത് ഭാഷയിലാണ് എഴുതിയത് എന്നാണ് ചോദ്യം. ഉത്തരം ബ്രജ് ഭാഷ എന്നുള്ളതാണ്. ഓപ്ഷൻസിൽ അവധി, ബ്രജ്, മറാഠി, സാൻസ്ക്രിറ്റ് ഒക്കെ ഉണ്ട്. അതിൽ ഈ അവധി, ബ്രജ്, മറാഠിയൊക്കെ ലോക്കൽ ലാംഗ്വേജസ് ആയിട്ടാണ് യൂഷ്വലി പറയുന്നത്. അങ്ങനെ നമ്മൾ മുഖ്യധാര ലാംഗ്വേജ് ആയിട്ട് പറയുന്നില്ല. അതിൽ ഈ ബ്രജ് ഭാഷയിലാണ് ബനാറസിദാസ് അവരുടെ ആത്മകഥ എഴുതിയിട്ടുള്ളത്. ഹി വാസ് എ ജൈൻ മെർച്ചൻറ്റ്, പോയറ്റ് ആൻഡ് ഫിലോസഫർ ഡ്യൂറിങ് റെയിൻ ഓഫ് അക്ബർ, ജഹാംഗീർ ആൻഡ് ഷാജഹാൻ. അക്ബറിൻ്റെയും ജഹാംഗീറിൻ്റെയും ഷാജഹാൻ്റെയും ഈ 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും കൂടി ജീവിച്ചിരുന്ന ഒരു ജൈൻ മർച്ചൻറ്റ്, പോയറ്റും ഫിലോസഫറും ഒക്കെയാണ് ബനാറസിദാസ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്, നോക്കി വെക്കണം. ബനാറസിദാസ് ആരാന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഇതിൽ 27th ക്വസ്റ്റ്യൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിൽ ഈ 28th ക്വസ്റ്റ്യൻ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്ര വേഗം സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് വരുന്നതും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു ടോപ്പിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് 2 ചോദ്യം 3 ചോദ്യം ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോൾ അത് 2 ചോദ്യം 3 ചോദ്യം ഉണ്ടാവാം. അപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോർ എന്തായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എക്സാംസ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 29th ക്വസ്റ്റ്യൻ, വിച്ച് സുൽത്താൻ വാസ് നോൺ ആസ് അലി ഗുർഷാബ്? ആൻഷ്യൻ്റ് ലാംഗ്വേജസും മെഡിവൽ ലാംഗ്വേജസിലൊക്കെയുള്ള ടേമുകൾ അല്ലെങ്കിൽ ഉറുദു പോലുള്ള മറ്റ് ഭാഷകളിലുള്ള ടേമുകൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ്ങും സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും എല്ലാത്തിലും നമ്മൾക്ക് ഡിഫറൻസ് ഉണ്ടാവും. ചില പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല. അതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഏകദേശം ഇതെന്തായിരിക്കും എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് വല്ലാണ്ട് ഉപകാരപ്പെടുകയും ചെയ്യും. ഉദാഹരണം ഞാനൊരു എക്സാമ്പിളിൽ പറയാം. ഒരു തവണത്തെ ക്വസ്റ്റ്യനിൽ നോർത്ത് ഇന്ത്യൻ റൈറ്റേഴ്സ് അഥവാ ഒരു സുൽത്താൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന റൈറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ ആണ്ടാൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആണ്ടാൾ സംഘം ലിറ്ററേച്ചറിലെയും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ പേരാണെന്ന് അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ അകത്ത് എലിമിനേറ്റ് ചെയ്തിട്ട് ആ സുൽത്താൻ്റെ പോയറ്റേഴ്സിനെ കണ്ടുപിടിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില ടേമുകളെല്ലാം നോക്കി വെക്കുന്നത് നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും അലി ഗുർഷാബ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ട സുൽത്താൻ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. And 13th question, arrange the following travelers visit to India in chronological sequence. താഴെ തന്നിരിക്കുന്ന ട്രാവലേഴ്സിനെ ക്രോണോളജിക്കലി കാലഗണനാനുസൃതമായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾസ് തന്നിരിക്കുന്നത് സീതി അലി റൈസ്, അൽ ബറൂണി, വില്യം ഫിഞ്ച്, ഇബൻ ബത്തൂത്ത. ഡിഫറെൻറ്റ് കാലഘട്ടത്തിൽ ഇത് മിക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. ആദ്യം വന്നത് അൽ ബറൂണി, പിന്നെ വന്നത് ഇബൻ ബത്തൂത്ത, പിന്നെ സീതി അലി റൈസ് ഓട്ടോമൻ അഡ്മിറൽ ആൻഡ് നാവിഗേറ്റർ ആണ്. ഓട്ടോമൻ അഡ്മിറൽ ആൻഡ് നാവിഗേറ്റർ എന്ന് പറഞ്ഞാൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ, അതായത് ടർക്കിഷ് റീജിയണിൽ, ആദ്യത്തെ ടർക്കിഷ് റീജിയണിൽ ഉണ്ടായിരുന്ന ഒരു അഡ്മിറലും നാവിഗേറ്ററാണ്, അഥവാ കപ്പലോടിക്കുന്ന ഒരാളാണ്. പിന്നെ ലാസ്റ്റ് വന്നത് വില്യം ഫിഞ്ച് ഇൻ സൂററ്റ് 1608. 1608 സൂററ്റിൽ വന്ന ആളാണ് വില്യം ഫിഞ്ച്. ഈ വില്യം ഫിഞ്ച് എന്നൊക്കെ പറയുമ്പോഴേക്കും യൂറോപ്യൻ സഞ്ചാരി എന്നുള്ള ലെവലിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഉത്തരം അറിയില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ നമുക്ക് നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ട് എലിമിനേഷൻ ചെക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. 31st question, the long Palam Baoli inscription in Delhi characteristically claims that owing to the ruler's benign rule, the god Vishnu, relinquishing all worries, sleeps in peace on the ocean of milk, about which ruler it has been claimed. ചോദ്യം വളരെ വിളിങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോങ് പലാം ബാവോളി ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫേമസ് ഇൻസ്ക്രിപ്ഷൻ ആണ്, ഒരു സ്ഥലത്തുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. ആ ഒരു ഇൻസ്ക്രിപ്ഷനിൽ ഒരു ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഡൽഹി സുൽത്താൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അനന്തൻ അഥവാ ശേഷനാഗത്തിൻ്റെ പുറത്ത് സകല വറീസും അല്ലെങ്കിൽ ആ ചിന്തകളെയും ഒഴിവാക്കിയിട്ട്
മഹാവിഷ്ണു എങ്ങനെയാണോ വളരെ സമാധാനത്തിൽ കിടന്നുറങ്ങുന്നത്, അതുപോലെയാണ് ഈ സുൽത്താൻ വളരെ സമാധാനപരമായിട്ട് രാജ്യം ഭരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഒന്നിക്കൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സറ്റയർ ആയിരിക്കാം. ഒരു രാജാവിനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. മഹാവിഷ്ണു അനന്തൻ്റെ മുകളിൽ പാൽക്കടലിൽ ഒന്നും ആലോചിക്കാണ്ട് കിടന്നുറങ്ങുന്ന പോലെയാണ് ഇപ്പോൾ ആ രാജാവ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ട് തരത്തിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഒന്നുകിൽ രാജാവ് ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ രാജ്യത്തിന് അത്രയും നന്നായിട്ട് നോക്കുന്നത് കൊണ്ട് ആ രാജ്യം വളരെ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാവാം. ഏതായാലും ബെനിങ് റൂൾ എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ സമാധാനമായിട്ട് കാമായിട്ട് എന്നുള്ളത് തന്നെയാണ് ആ ഇൻസ്ക്രിപ്ഷനിൽ അവർ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും നമ്മളത് ഡയറക്റ്റായിട്ട് പഠിക്കുമ്പോൾ അത് ഏത് രാജാവിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്? അത് ഗിയാസുദ്ദീൻ ബാൽബനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ഗിയാസുദ്ദീൻ ബാൽബൻ, ബി ഓപ്ഷൻ. 32ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഈൽഡ് എ ഫോസിലൈസ്ഡ് ഹ്യൂമൻ ബേബി സ്കൾ ഇൻ 2001? 2001 ഒരു മനുഷ്യക്കുട്ടിയുടെ തലയോട് ഫോസിലൈസ്ഡ് ആയിട്ട് ഏത് സ്ഥലത്തു നിന്നാണ് കിട്ടിയത് എന്നാണ് ചോദ്യം. ഉത്തരം ഒഡായി ഇൻ തമിഴ്നാടു എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ബിംബേഡ്ക, ദിദ്വാന, ഹത്നോറ, ഒഡായി എന്നൊക്കെയുള്ളതാണ്. ഇതിൽ ബിംബേഡ്ക എന്ന് പറയുന്നത് മെസോലിത്തിക്കും എല്ലാ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ ഒരു സ്മാരകമായിട്ട് വരുന്ന സ്ഥലമാണ് ബിംബേഡ്ക. അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളും. അതിൽ ഈ ഹത്നോറേൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ അഡീഷണൽ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾഡസ്റ്റ് ഹ്യൂമൻ ഫോസിൽ കണ്ടുപിടിച്ചത് ഹത്നോറ എന്നാണ്. 1982 മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ് ഹത്നോറ. അവിടെ 1982 ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഫോസിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ 2001 ബേബി സ്കൾ കണ്ടുപിടിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒഡായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ തന്നിരിക്കുന്ന 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻഷ്യൻ സിവിലൈസേഷൻ സൈറ്റുകളാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സൈറ്റുകളാണ്. അതിനെ കുറച്ചൊക്കെ പഠിച്ചൊക്കെ നല്ലത്. ഇനി ഏതിനെക്കുറിച്ച് പഠിച്ചില്ലെങ്കിലും ബിംബേഡ്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നല്ലെങ്കിൽ വേറെ തരത്തിൽ ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബിംബേഡ്കനെ കുറിച്ചിട്ടുള്ളത്. കേവ് പെയിൻറ്റിങ്സ് ആയിട്ടോ കാവിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്ഥലം മധ്യപ്രദേശിൽ നിന്നുള്ള സ്റ്റേറ്റിലായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ബിംബേഡ്കനെ കുറിച്ചിട്ട്. അത് നോക്കി വെക്കുന്നത് നല്ലതാണ്.